ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു തിരക്ക് ബിസിയായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇങ്ങനെ കുറേ മീൽ പ്രിപ്പ്, ക്ലീനിങ്, ഇങ്ങനെ നമുക്ക് സൺഡേസാണ് കൂടുതൽ സമയം കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സൺഡേ ദിവസമായിരുന്നു കേട്ടോ ഇത്. കുറേ പരിപാടി ഉണ്ടായിരുന്ന ഒരു ദിവസം. ഞങ്ങൾ കുറേ സാധനം മേടിച്ചായിരുന്നു. അപ്പോൾ അത് വെജിറ്റബിൾസ് എല്ലാം, ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ തോല് കുറേ മീൻസ് ഇങ്ങനെ ഇളകിപ്പോകുന്ന തോലുകളെല്ലാം പൊളിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സവോളയൊക്കെ ചീത്തയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പൊളിച്ച് വെക്കാനുള്ള, പിന്നെ മീൽ പ്രിപ്പും, പിന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു, കുറച്ച് ക്ലീനിങ്, പിന്നെ എന്താ പറയുക, കുക്കിംഗ് ആയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ വീഡിയോയ്ക്കകത്ത്. കൂടുതലും ഇന്നത്തെ എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ചാനൽ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഞാൻ ആദ്യമേ തന്നെ ഉള്ളിയിലങ്ങ് തുടങ്ങി, സവോളയിൽ. അപ്പോൾ രാവിലെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ പരിപാടി ചെയ്തിരുന്നത്. അപ്പോൾ വാവ ഏറ്റിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേരെങ്കിലും വീഡിയോ ഇപ്പം എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ കൂടിയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്കൊന്നും എന്താ ഞാൻ ചെയ്യുന്നതെന്നോ കുഞ്ഞ് എന്താ അങ്ങനത്തെ പരിപാടികൾ, അതായത് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് അധികം അറിയുന്നുണ്ടാവില്ല. ഞാൻ ഇടുക്കിയിൽ കല്യാണം കഴിഞ്ഞ് വന്ന്, എൻ്റെ പേര് അനുപമ, അതാദ്യം പറഞ്ഞേക്കട്ടെ കേട്ടോ. എൻ്റെ പേര് അനുപമ എന്നാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, 1.5 വയസ്സായ ഒരു മോനാണ്. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടുക്കിയിലോട്ട് മാറിയത്. ഹസ്ബൻഡ് വീട് തൊടുപുഴയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും IT പ്രൊഫഷണൽസാണ്. അപ്പം ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ആണ് ആകെ ലീവ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ്. ഞാൻ താമസിക്കുന്നത് ആളുടെ വീട്ടിലാണ്. അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഞാനും കുഞ്ഞും. അങ്ങനെ ഒരു ദിവസം കേട്ടോ. ഹസ്ബൻഡ് നേരത്തെ എൻ്റെ രാവിലെ ഇവിടെ പോയായിരുന്നു. അപ്പം ഞാൻ വാവ ഏൽക്കാത്തത് കൊണ്ട് നൈസായിട്ട് പണി ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നപ്പോഴും കൊണ്ട് വാവ ഏറ്റു. പിന്നെ ഷീറ്റൊക്കെ മടക്കി വെച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ അവ ഏറ്റത്. ഞാൻ പിന്നെ അത്രയും കാണിച്ചില്ല എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുള്ള വീടൊക്കെ ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ പിന്നെ ഇവർ എപ്പോഴും മെസ്സി ആയിരിക്കും, എപ്പോഴും. അല്ല, ഒരു ടോയ് റൂം എന്ന് പറയാനൊന്നും നമുക്ക് വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്കപ്പോൾ ഞങ്ങൾ ടോയ് റൂം എന്ന് പറയാൻ ടോയ് ബക്കറ്റാണ് നമുക്കുള്ളത്. അപ്പം ആശാനാണെങ്കിൽ എല്ലാ ബക്കറ്റോടെ എടുത്ത് കമത്തിയിട്ടിട്ട് അതിനകത്ത് കിടക്കുന്നതിനെല്ലാം വാരിയിടുക എന്നുള്ള പ്രത്യേക തരം പ്രതിഭാസം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണെങ്കിൽ ഏത് നേരം അത് ചെയ്യട്ടോ. എത്ര ഉറക്കം വന്നാലും ഉറങ്ങില്ല, ഉറക്കം വന്നിരിക്കുകയാണെന്നാണ് കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അത് ഉരുട്ടി കളിക്കാനൊരു സാധനം കിട്ടിയതുകൊണ്ട് ആ സാഹചര്യം മാക്സിമം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നെടുത്ത് വെക്കും, പിന്നെ അവനെടുത്ത് താഴെ ഇടും, പിന്നെ അതിനെടുത്ത് നിരത്തും, പിന്നെ എടുത്ത് വെക്കും. ഞാൻ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി എടുത്ത് മുകളിലോട്ട് വെക്കുന്നത്. അതിനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ പിന്നെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ അതിനെല്ലാം എടുത്ത് വെച്ച് അതിനെ വാടിപ്പുറത്തിരുത്തിയിട്ട്, അതാണ് എൻ്റെ അമ്മായിയച്ഛനാണ് കേട്ടോ. അപ്പോൾ ആളോട് പറഞ്ഞു ഒന്ന് ഉന്തിത്തള്ളി കൊടുത്തേക്കാൻ. അങ്ങനെ അതിനെ ഉന്തിത്തള്ളി എടുത്തുകൊണ്ട് പോയി. പിന്നെ അതിനെ വടിയിലെടുത്തു, തോളിലെടുത്ത് വെച്ചുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ തൂക്കാനാണെങ്കിൽ അത്യാവശ്യം വലയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കും. ഞാൻ ചൂലൊക്കെ വെച്ചടിച്ച് അങ്ങനെ. ശനി ഞായറും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഉള്ളൊരു ദിവസമായിരിക്കും കേട്ടോ. അപ്പം ഇതൊന്നും എടുത്ത് എറിയാൻ നോക്കിയതാണ്, പക്ഷേ നേരെ നിലത്ത് പോയി വീണു. ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇവനെടുത്ത് എല്ലാം സോഫയുടെ അടിയിൽ എറിയുക ചെയ്യുക. അപ്പോൾ എറിഞ്ഞിട്ട് പോയി സോഫയുടെ അടിയിൽ നിന്ന് ചിലത് എടുത്തുകൊണ്ട് വരുള്ളൂ, ചിലത് എടുത്തുകൊണ്ട് വരില്ല. 1.5 വയസ്സ് അതിനെങ്കിലും കൂടുതൽ ക്രോളാണ് കേട്ടോ ചെയ്യുക. നടക്കാനായിട്ട് തുടങ്ങിയില്ല, തനിയെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നടക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ജസ്റ്റ് 2 കാല് 3 കാലൊക്കെ വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ തൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഇതിൽ വെച്ചിട്ട് പലതും ഇടയ്ക്കിടയ്ക്കായിട്ടായിരിക്കും കേട്ടോ കാണിക്കുക. അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട്, എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഹോള് മാത്രം തൂത്തിട്ട് നേരെ പിന്നെ അടുക്കളയിലോട്ട് വന്നു. അപ്പം ബീട്രൂട്ട് നമുക്ക് ഇവന് ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വേറെ ഞാനും അമ്മയും മോനും മാത്രമേ ബീട്രൂട്ടിൻ്റെ ആരാധകരുള്ളൂ. ഞങ്ങൾ 3 പേർക്കും വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് അരിഞ്ഞു കൊടുത്തത്. ആകെ ഒരു ബീട്രൂട്ട് അല്ലെങ്കിൽ 2 ബീട്രൂട്ട് ഞാൻ എപ്പോൾ പോയാലും മേടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഈ ചോപ്പറിൽ വലിയ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോരൻ്റെ സൈസിന് കുത്തി അരിയുന്നതിനൊക്കെ എത്ര മണിക്കൂറെടുക്കും. അതിനേക്കാളും ഇതാണെങ്കിൽ 2 വലി, പക്ഷേ അതിന് ഇച്ചിരി ബലം പിടിക്കണം കേട്ടോ. ഞാൻ ആ ബലം മുഴുവൻ പിടിച്ച് അരിഞ്ഞൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സാധനം ഇട്ടപ്പോഴേക്കും ഈ ചോപ്പർ പൊട്ടി വലിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ എന്താ സാധനം ഞാൻ കാണിച്ചു തരാം. ശരിക്കും നിങ്ങളാരും അത് യൂസ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ഞാനൊരു എളുപ്പപ്പണി കാണിക്കാൻ നോക്കിയതാണ്. ഞാൻ പിന്നെ അത് തുടച്ചിട്ട് ഈ സാധനം ഇട്ടതാണ് ക്യാരറ്റ് ശരിക്കും ഇച്ചിരി കൂടെ ബലമുണ്ട് നമുക്കതിനകത്ത്. ഈ നല്ല ബലം, ഞാൻ ബലം പ്രകടിപ്പിക്കണ കണ്ടാൽ അറിയാം. അത്രയും ബലം പ്രകടിപ്പിച്ചാൽ മാത്രമേ സാധനം പൊടിഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പം ഇത് എൻ്റെ അവസാനത്തെ ഉപയോഗമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പണ്ടാരം പൊട്ടിപ്പോയി കേട്ടോ.
അപ്പം പിന്നെ എനിക്കിത് എന്ന് വെച്ചാൽ ആ വലിച്ചുകൊണ്ടിരുന്ന സാധനം എൻ്റെ കൈ കൂടെ തെറിച്ചിങ്ങ് പോകുന്നു. അങ്ങനെയായിപ്പോയി. ശരിക്കും ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എപ്പോഴും എടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഗ്രേറ്റ് ചെയ്തെടുത്തില്ല. പിന്നെ ബീൻസും ക്യാരറ്റ് തോരൻ വെക്കാനാട്ടോ. അപ്പോൾ ബീൻസ് ഒരിടത്ത് തന്നെ ക്യാരറ്റ് ഒരിടത്ത് തന്നെ അങ്ങ് ഇട്ടു എന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഒരു ക്യാരറ്റ് അങ്ങനെ എടുത്തോളൂ കേട്ടോ. കാരണം ബീൻസ് ക്യാരറ്റ് ആണെങ്കിൽ മിക്സ് ചെയ്ത് ഞാനങ്ങ് വെക്കുന്നതുകൊണ്ട് ഒത്തിരിയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു ക്യാരറ്റ്, ബാക്കി പിന്നെ സാമ്പാർ അവിയൽ അങ്ങനത്തേനൊക്കെ ക്യാരറ്റ് വേണം. ക്യാരറ്റിന് തീ വിലയായിരുന്നതുകൊണ്ട് ഒരു ക്യാരറ്റ് വെച്ച് ഞാൻ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മത്തങ്ങ എന്താണെന്നറിയില്ല കേട്ടോ, ഇപ്രാവശ്യം ബീൻസ് ക്യാരറ്റ് എല്ലാത്തിനും ഭയങ്കരമായി വില കൂടിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്രയും വില കൂടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിലയ്ക്ക് ബീൻസും ക്യാരറ്റ് സാധനം 1/4 കിലോ മേടിക്കാറുള്ളൂ. 40 രൂപ ഉണ്ടായിരുന്ന സാധനം 80 രൂപ 84 രൂപയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്താ അതങ്ങനെ വില കൂടിയത് എനിക്ക് അറിയില്ല. ക്യാരറ്റിനും ഒക്കെ വില കൂടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും തക്കാളി സവോളയ്ക്കൊക്കെ വില കൂടുന്ന സമയത്ത് അത് വില കൂടിയുമില്ല. അതെന്താണോ ഇനിയിപ്പോൾ പുതിയ സാധനങ്ങൾ വരുമായിരിക്കും. പിന്നെ ബീൻസും ക്യാരറ്റും എപ്പോഴും ഉപയോഗിക്കുന്ന ആ സാധനം അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അങ്ങ് പ്രതിഫലിച്ച് ഒരിടത്തും കേൾക്കാഞ്ഞത്. പിന്നെ ഇത് കുമ്പളമാണ് കേട്ടോ. കുമ്പളം നമ്മൾ ശരിക്കും രാവിലെ വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കുടിച്ച് വെച്ചാൽ വയറിന് നല്ലതാണെന്നും പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ കുമ്പളമൊക്കെ മേടിച്ച് വെച്ചു കേട്ടോ. പക്ഷേ ജ്യൂസൊക്കെ അടിച്ച് വെച്ചെങ്കിലും കുടിക്കാനുള്ളൊരു സാവകാശം എനിക്കിങ്ങനെ മൂച്ച് കയറി ചെയ്യുന്നതാണ് പല കാര്യം. പിന്നെ എനിക്ക് ഒരു മൂച്ചും ഉണ്ടാകുകയില്ല, ഞാനൊന്നും ചെയ്യൂല. മൂച്ച് കയറുക മീൻസ് ഒരു ബൂസ്റ്റ് ഓഫ് എനർജി. പെട്ടെന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്തു പോകുമെന്ന് തോന്നും. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മൾ എന്തൊരു കാര്യവും 21 ഡേയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറുമെന്നാണ് കേട്ടോ പറയാം. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കൊരു 7 ദിവസം പോലും ചെയ്യാൻ പറ്റാറില്ല. മടിയാണ്, മെയിൻലി മടിയാണ്. പിന്നെ കുഞ്ഞുള്ളതിൻ്റെ ഒരു സമയമില്ലായ്മയുണ്ട്. അങ്ങനെ പിന്നെ ഞാനത് കുമ്പളങ്ങയെല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു. പിന്നെ അടുത്ത് ഡൈനിങ് ടേബിളിൽ അവിടെ ഒരു വാഷ് ബേസിനുണ്ട്. അത് എപ്പോഴും അഴുക്കാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ഗ്ലാസ് ക്ലീനർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിററുണ്ട് അവിടെ. അപ്പോൾ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് അവിടെയും ക്ലീൻ ചെയ്തു ഒന്ന്. പിന്നെ ഞാൻ വാഷ് ബേസിനിൽ അത് അടിക്കും കേട്ടോ. അതിങ്ങനെ തിളങ്ങും. അത് അടിക്കുകയാണെങ്കിൽ അതൊന്ന് തിളങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ അടിക്കും. പിന്നെ വാഷ് ലിക്വിഡ് നമ്മുടെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡാണ് കേട്ടോ. അതും കൂടെ ഞാനങ്ങ് ഒഴിച്ചു. നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ആയി കേട്ടോ. ഗ്ലാസ് ക്ലീനർ വെച്ച് മിറർ വാഷ് ചെയ്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഡൈനിങ് ഏരിയയിൽ ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഞാൻ തറ തൂത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തറ തൂക്കാനും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു പിന്നെ ബാക്കിയുണ്ടായിരുന്ന പരിപാടി. അപ്പോൾ അത് ചെയ്യണമായിരുന്നു. പിന്നെ ചെയറിലെല്ലാം നമുക്കിങ്ങനെ പിന്നെ ഞാൻ കുറച്ച് പാറ്റ ഗുളികയാണ് കേട്ടോ വാഷ് ബേസിൽ ഇട്ടേക്കുന്നത്. അത് ഇടുന്നത് നല്ലതാണ്. പിന്നെ തുണിയുടെ ഇടയിലും അലമാരയിലും ഒക്കെ നാഫ്തലിൻ ബോൾസ് ഇടുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. പാറ്റ കയറുകയില്ല. ഒരു മണവും കാണും, ഒരു കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു മണം നമുക്ക് കാണും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തൂക്കാനായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത്. അത് നമ്മൾ ഇങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ആകെ ഞങ്ങൾ സൺഡേസ് വല്ലപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിക്കാറുള്ളൂ. അപ്പം അവിടെ നല്ല വലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയറൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയില്ലല്ലോ, തുടച്ച് തൂത്ത് ഒക്കെ ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് തുടയ്ക്കാനൊന്നും നല്ല പൊടിയാണ്. നമ്മളിങ്ങനെ വിറകടുപ്പുള്ള വീടായതുകൊണ്ട് എപ്പോഴും വിറകൊക്കെ ഇരിക്കൊണ്ട് വരുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം നല്ല ചവിട്ടി തൂത്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയാണുള്ളത്. അപ്പം ഞാൻ തുടച്ചു കേട്ടോ കുറേ. അതിന് ശേഷം പയറാണ് കേട്ടത്, വള്ളിപ്പയർ. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ പാട്ടുള്ളത് കൊണ്ടാണ് ആ ഡാൻസ് നിങ്ങൾ കാണുന്നത്. പയറാണെങ്കിൽ ഈ തോരൻ അരിയാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. എന്താ പറയുക, അതിനൊരു എളുപ്പ വഴി വല്ലതും കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ പൊന്നെ എന്ത് പാടാണ് തോരൻ അരിയാൻ. ഈ പയറൊക്കെ അരിയാൻ എൻ്റെ പൊന്നെ എന്നാ ഡാൻസാ ദൈവമേ. ആരും ഇതൊക്കെ കാണണ്ട കേട്ടോ, എല്ലാവരും ഓടിപ്പോകും. ഭയങ്കര പാടാണ് എനിക്ക് പയറിന് അരിയാൻ. അതിൻ്റെ കൂടെ കുഞ്ഞാവ് നിന്നതുകൊണ്ട് പിന്നെ അത്രയും കറിഞ്ഞില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന്. എനിക്ക് ആരെങ്കിലും ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് വർത്താനം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജോലിയും നടക്കും, വർത്താനം നടക്കുന്നത്. ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല മിക്കപ്പോഴും. മറ്റേ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും ആ സമയം കൊണ്ട്. പിന്നെ കുറച്ച് ഉമ്മയൊക്കെ മേടിച്ചു കേട്ടോ, ഫോർ എനർജി ഇരിക്കട്ടെ ഒരു ഉമ്മ. രാവിലെ തൊട്ട് വൈകിട്ട് വരെയും പണിയായിരുന്നു അന്നത്തെ ദിവസം. 2 ബാത്റൂം കഴുകാനുണ്ടായിരുന്നു, എല്ലായിടവും തുടച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ ഇവന് ഞാൻ പാട്ട് പഠിക്കുന്നതിന് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. പാലവും നല്ല നടപ്പാലം. എന്താണോ അത് കേട്ടിട്ട് ഭയങ്കര കടന്ന് ചിരിയായിരുന്നു കേട്ടോ. എന്തിനാ ചിരിക്കണമെന്ന് വെച്ചാൽ അവനോട് തന്നെ ചോദിക്കേണ്ടി വരും, അതുപോലെ ചിരിയായിരുന്നു. അപ്പം അന്നത്തെ കുക്കിങ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വലിയ തിരക്കുള്ളൊരു ദിവസമായിരുന്നല്ലോ. അതുകൊണ്ട് വലിയ കുക്കിങ്ങൊന്നും ഉണ്ടാകാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അത്.
കൊണ്ടും പോയി ഉണ്ണീടമ്മേനെ കൊണ്ടും പോയി എന്തിനാണമ്മേ നീ കരുനീർത്തി പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത് എന്തിനാണമ്മേ നീ കരുനീർത്തി പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത് മാറത്ത് നിന്ന നടത്തിയെടുത്ത് കൊണ്ടും പോയി പെണ്ണിന്റെ ഇട്ടിട്ടാണോന്ന് അറിയില്ല, തലയിൽ അടിയോടടിയായിരുന്നു. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കം വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണ് കണ്ണ് തിരുമ്പോൾ തലയിൽ പ്ലാച്ചനെ അടിക്കുക എന്നുള്ളത്. പിന്നെ എൻ്റെ നിന്ന് ബീൻസും എല്ലാം പയറെല്ലാം മേടിച്ചുകൊണ്ടൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണ മുഖത്തിട്ടിട്ടായിരുന്നു ഈ പരിപാടികളെല്ലാം ചെയ്തിരുന്നത്. വെളിച്ചെണ്ണ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ, നമ്മുടെ മുഖം മോയ്സ്ചറൈസ് ചെയ്യാനും എല്ലാത്തിനും. ഞാൻ രാത്രിയാണ് സാധാരണ ഇടാറ്. പിന്നെ ഫേസ് വാഷൊക്കെ ചെയ്ത് മുഖം കഴുകി സേട്ടനെ കുറച്ച് നേരം നടക്കാനും കൊണ്ടുപോയി. ഇന്നത്തെ ഒരു ദിവസം ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് ഇനി ബാക്കി സമയമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വൈകിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡേ. ടാറ്റാ.